ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സ്വിഗ്ഗീൻ്റെ വീഡിയോ ആട്ടോ ചെയ്യണേ. അപ്പോൾ ഡെലിവറി ബോയ് ആയിട്ട് ഇന്ന് വർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം എത്ര രൂപേൻ്റെ ഏണിങ്സ് എടുക്കാം, എത്ര മണിക്കൂർ വർക്ക് ചെയ്യാം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആട്ടോ ചെയ്യണേ. അത് ഈ വണ്ടി വെച്ചിട്ടാട്ടോ ഒന്ന് വർക്കിന് ഇറങ്ങുന്നത്. അപ്പോൾ CTM 110 ആണ്. അപ്പോൾ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പണിക്കിറങ്ങുമ്പോൾ എന്താ പറയുക, അത്യാവശ്യം നല്ല മൈലേജുള്ള വണ്ടി എടുക്കുന്നതായിരിക്കും നന്നാവുക. എന്നാലേ നമുക്ക് ഒക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ സർജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. സ്വിഗ്ഗിയിലായാലും സൊമാറ്റോയിലായാലും. ഓർഡർ എന്താ അറിയില്ല. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഇതിൽ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സോണിൻ്റെ ഉള്ളിലാട്ടോ. അപ്പോൾ ഓൺലൈൻ ആക്കണം കേട്ടോ. അപ്പോൾ ഓൺലൈൻ ആക്കാൻ നമ്മൾ സ്വിഗ്ഗീൻ്റെ ഡെലിവറി ആപ്പ് എടുക്കുക. അപ്പോൾ ഏറ്റവും നല്ലത് ആയിട്ടാ അതാണ് നമ്മളെ സ്വിഗ്ഗീൻ്റെ ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സോൺ കേട്ടോ. നമ്മൾ സോണിൻ്റെ ഉള്ളിലാട്ടോ. സോണിൻ്റെ പുറത്താണെങ്കിൽ നമുക്ക് ഓണാക്കാൻ കഴിയില്ല. സോണിൻ്റെ ഉള്ളിലാകുമ്പോഴാണ് ഇപ്പോൾ ഓണാക്കാൻ കേട്ടോ. ഇപ്പോൾ ഓഫ്ലൈൻ ആട്ടോ ഉള്ളത്. അതിപ്പോൾ നമ്മൾ ഓൺലൈൻ ആക്കണം കേട്ടോ. സംഭവം ഓൺലൈൻ ആയതുകൊണ്ട് ഇനി ഓർഡർ നമ്മൾ വെയിറ്റ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 70 രൂപേൻ്റെ ഓർഡർ ആയിട്ട് അടിച്ച് 3.74 കിലോമീറ്ററാണ് കൊണ്ടു കൊടുക്കേണ്ടത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇറങ്ങുമ്പോൾ 45 രൂപ സർജ് ബോണസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൺഫേം ഓർഡർ കൊടുക്കാം. അപ്പോൾ ഈ അല്ലറൂസ് ഹോട്ടൽ ആൻഡ് കൂളിലാണ് കേട്ടോ നമ്മൾ പോയി എടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ മാപ്പ് വേണം, മാപ്പ് എടുത്ത് പോകാനാണെങ്കിൽ ലൊക്കേഷൻ അറിയുന്നവർക്ക് ഡയറക്റ്റ് പോവുകയും ചെയ്യാം കേട്ടോ. ഒരു 450 മീറ്റർ ആട്ടോ ഹോട്ടലുകളിൽ. അപ്പം നമുക്ക് ഫുഡ് എടുക്കാൻ പോവാം. നമ്മൾ ലൊക്കേഷൻ അറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹോട്ടലിനാണ് എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ റീച്ച് ലൊക്കേഷൻ കൺഫേം കൊടുക്കാം. നമ്മളെ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ കാരന്തൂർക്കാണ് ഓർഡർ. അപ്പോൾ അവിടെ ലൊക്കേഷൻ ഇട്ടിട്ട് പോവാം കേട്ടോ. ഇപ്പോൾ 3.5 കിലോമീറ്ററാണ് ഇപ്പോൾ ഓടാറുള്ളത് കേട്ടോ. ഇപ്പോൾ കസ്റ്റമർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ റീച്ച് ലൊക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഡെലിവറി കംപ്ലീറ്റ് കേട്ടോ. അപ്പോൾ ക്യാഷ് ഓൺലൈൻ പേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡെലിവറി കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ കസ്റ്റമർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം, കൺഫേം കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ 70 രൂപേൻ്റെ ഓർഡറായിട്ട് 45 രൂപ സർജ് ബോണസ് ആട്ടോ കിട്ടി. അപ്പോൾ നമുക്ക് അടുത്ത ഓർഡറിലേക്ക് നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം കേട്ടോ. പ്രൈസ് അപ്പോൾ 1 മണിക്കൂറും 25 മിനിറ്റും ആയിട്ടോ. അപ്പോൾ ഒരു ഓർഡർ കിട്ടിയില്ലേ. അപ്പോൾ എന്താ അറിയില്ല, അന്ന് ഓർഡർ കുറവായിരിക്കുന്നതാണ് സംശയം. അല്ല, ഒന്നാമത് ഞാൻ 1 മണി കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങാൻ കേട്ടോ. 1 മണിയാകുമ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണോ അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ഓർഡർ എടുത്തിട്ട് പിന്നെ ഓർഡറൊന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓഫാക്കുകയാണ്. ഇപ്പോൾ ഇനി വൈകുന്നേരമാണ് ഇനി ഇറങ്ങുന്നത് കേട്ടോ. സമയം 2:40. അപ്പോൾ ഇനി നമ്മൾ ഒരു ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ ഇറങ്ങുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി മഴ കേട്ടോ. എന്താ പറയുക, മഴ നിൽക്കുന്നൊന്നുമില്ല. പിന്നെ ഓർഡറൊന്നും വരെ കിട്ടുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ 5:50 ഞാൻ ലോഗിൻ ചെയ്ത് ഇതായിട്ട് ഓർഡർ അടിച്ചിട്ടില്ല. അപ്പോൾ 6:20 കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ഓർഡർ കിട്ടാത്ത സീനാകാനായിരിക്കും. അപ്പോൾ ഓരോ ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. 70 ഓർഡറാണ്. സർജ് 45 ഉണ്ട്.
2 കിലോമീറ്ററാണ് കൊണ്ട് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ പണിയെടുത്തിട്ട് കേട്ടോ. 4.52 ഹവേഴ്സാണ് കാണിക്കുന്നത്. അപ്പോൾ 8 ഓർഡറാണ് എടുത്തത്. 560 രൂപ ആണ് ഏൺ ചെയ്യാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഡ്യൂട്ടി ഞാൻ സ്റ്റോപ്പാക്കിയിട്ടാണ്. നല്ല മഴയാണ്. അപ്പോൾ എന്താ മനസ്സിലാവും. അപ്പം എന്താ പറയുക, റോഡുമ്പിലൊക്കെ അത്യാവശ്യം വെള്ളവും അതുപോലെ കല്ലൊക്കെ കൂടി വെച്ചിട്ട് എന്താ പറയുക, വണ്ടി ഓടിക്കാൻ കഴിയില്ല കേട്ടോ. പിന്നെ നല്ല മഴയാണ്.